ലോക ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച കളിക്കാരിലൊരാൾ. ഫ്രഞ്ച് ഫുട്ബോൾ ടീമിനെ അവരുടെ ലോകകപ്പ് സ്വപ്നത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ അവരുടെ മിഡ്ഫീൽഡ് ജനറൽ, ലോകത്തെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബുകളുടെ സൂപ്പർ സ്റ്റാർ പദവി അലങ്കരിച്ചിരുന്ന സൂപ്പർ പ്ലെയർ. ആഡംബര കാറുകളും വലിയ വീടുകളും ലോകത്താകമാനം ദശലക്ഷക്കണക്കിന് ആരാധകരും ഉണ്ടായിരുന്ന, പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം ഉണ്ടായിരുന്ന, പലരും ജീവിക്കാൻ ആഗ്രഹിച്ച ജീവിതം നയിക്കുന്ന പോൾ പോഗ്ബ എന്ന ഇതിഹാസ താരം പെടുന്നനെ ഒരു ദിവസം ഇസ്ലാം സ്വീകരിക്കുന്നു. ലോകത്തിൻ്റെ മുഴുവൻ മീഡിയകളും ചർച്ചകളും മുഴുവനും പോൾ പോഗ്ബയ്ക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ് അയാൾ ഇസ്ലാം സ്വീകരിച്ചത്? ഈ ജീവിത സാഹചര്യങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അയാളുടെ മനസ്സിനെ അലട്ടിയിരുന്ന വേദന എന്തായിരുന്നു? ഇസ്ലാമിൽ അയാളെ ആകർഷിച്ചതാണ്. ഒരു കഥയിലേക്ക് കേൾക്കാം. 1993 പോൾ പോഗ്ബ എന്ന ഇതിഹാസ താരം ഫ്രാൻസിൽ ജനിക്കുന്നത്. ഉമ്മ മുസ്ലിം ആയിരുന്നു. പക്ഷേ പിതാവും സഹോദരങ്ങളുമെല്ലാം ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുകയും അതിൽ ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു. പോൾ പോഗ്ബ ജനിച്ചതുടനെ പിതാവിൻ്റെയും സഹോദരങ്ങളെയൊക്കെ പോലെ അവനും ഈ ക്രിസ്തു മതത്തിലാണ് അറിയപ്പെടുന്നതും ജീവിക്കുന്നതുമെല്ലാം. കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. പക്ഷേ ചെറുപ്പകാലം മുതലേ പോൾ പോഗ്ബയുടെ ആരാധനകൾ മുഴുവനും ഫുട്ബോളിനോടായിരുന്നു. വളരെ ചെറിയ പ്രായം മുതൽ തന്നെ വളരെ പാഷനേറ്റായിട്ട് ഫുട്ബോളിനെ പിന്തുടരുകയും സ്വപ്നം കാണുകയും ചെയ്തിരുന്നു പോൾ പോഗ്ബ എന്ന ആ ചെറിയ കുട്ടി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അക്കാദമിയിലൂടെ കളിച്ചു വളർന്ന പോഗ്ബ പിന്നീട് അവരുടെ മെയിൻ ടീമിന് വേണ്ടിയും കളത്തിലിറങ്ങുന്നു. അവിടെ കണ്ട മിന്നുന്ന പ്രകടനം 2012 ഇറ്റലിയിലെ യുവന്റസ് FC പോഗ്ബയെ എത്തിക്കുകയാണ്. അവിടെ നിന്നാണ് പോഗ്ബ എന്ന ഇതിഹാസ താരത്തെ ലോകം മുഴുവനും തിരിച്ചറിയുന്നത്. അവിടെ നടത്തിയ മിന്നുന്ന പ്രകടനങ്ങൾ പോഗ്ബയെ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തനാക്കി തീർക്കുന്നുണ്ട്. യുവന്റസിലെ അദ്ദേഹത്തിന്റെ മിന്നും പ്രകടനങ്ങൾ തന്നെയാണ് 2016 തിരിച്ചു വീണ്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ, അതും അക്കാലത്തെ ഏറ്റവും റെക്കോർഡ് തുകക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജ്മെന്റ് ശ്രമിച്ചത്. അത്രയും മനോഹരമായ കളിശൈലി കൊണ്ട് എതിരാളികളെ വെള്ളം കുടിപ്പിക്കുന്ന മിഡ്ഫീൽഡ് ജനറലായിട്ട് പോഗ്ബ മാറിയിരുന്നു. കളി മെനയുന്നതിൽ മാത്രമല്ല, ഗോൾ അടിക്കുന്നതിലേക്കും ഗോൾ അടിപ്പിക്കുന്നതിലേക്കും പോഗ്ബയുടെ ശ്രദ്ധ അത്രമേൽ പതിഞ്ഞിരുന്നു. അവിടെ എല്ലാം അദ്ദേഹത്തിന്റെ പ്രാവീണ്യം അവർ തെളിയിക്കുകയും ചെയ്തു. 2018 ഫിഫ വേൾഡ് കപ്പിൽ ഫ്രാൻസ് ജേതാക്കളാവുമ്പോൾ ഫൈനൽ മത്സരത്തിൽ പോലും നിർണായകമായ ഗോൾ നേടി ഫ്രാൻസിനെ വിജയ കിരീടത്തിലേക്ക് നയിച്ച പോൾ പോഗ്ബ എന്ന ഇതിഹാസ താരം എല്ലാവിധ നേട്ടങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ പോലും ഈ ആഡംബരപൂർണമായ ജീവിതങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ജീവിതത്തെ സന്തോഷപ്പെടുത്തുന്നില്ലായിരുന്നു, സംതൃപ്തിപ്പെടുത്തുന്നില്ലായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ 18ാമത്തെ വയസ്സിൽ അദ്ദേഹം ആ ജീവിത യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മയും അമ്മാവന്മാരും ഒക്കെ മുസ്ലിങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ഇവരുടെ ആരാധന കർമ്മങ്ങളും ഇവരുടെ നിസ്കാരങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് പോഗ്ബ വളരുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിയപ്പോൾ അമ്മാവനോടാണ് കൂടുതൽ സംസാരിക്കുകയും ഇസ്ലാമിനെ പറ്റിയൊക്കെ അറിയുന്നത്. അതിനുശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് പോഗ്ബ പറയുന്നുണ്ട്, എൻ്റെ ബാർബർ മുസ്ലിം ആയിരുന്നു, ഗാസ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. മുടി വെട്ടാനില്ലെങ്കിൽ പോലും ഇടയ്ക്കിടെ ആ പേരും പറഞ്ഞ് ഈ ഗാസ എന്ന ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് പോഗ്ബ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമായിരുന്നു. അതിൻ്റെ പിന്നിൽ ഒരൊറ്റ കാരണം മാത്രമായിരുന്നു, അശാന്തമായി കൊണ്ടിരിക്കുന്ന തൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നൊക്കെ അടക്കി നിർത്താൻ ആത്മീയമായ ഒരേ ഒരു വഴി അത് അള്ളാഹു മാത്രമാണ് എന്ന് ജീവിതത്തിൻ്റെ ഏതോ ഒരു പോയിന്റിൽ പോഗ്ബ തിരിച്ചറിഞ്ഞിരുന്നു. ഈ ഗാസ എന്ന ബാർബറുടെ അടുത്ത് പോയി ഒരുപാട് നേരം ഇസ്ലാമിനെ പറ്റി സംസാരിക്കും. ഇസ്ലാമിനെ പറ്റി ഗാസ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഒരുപാട് പുസ്തകങ്ങളും CD-കളൊക്കെ നൽകും ഇസ്ലാമിനെ പറ്റി പറയുന്ന, ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളെ പറ്റി പറയുന്ന. അവർ അതെല്ലാം കേട്ടുകൊണ്ട് ഇസ്ലാമിനെ പറ്റി ഒരുപാട് പഠിക്കുന്നു. അങ്ങനെയാണ് 18ാമത്തെ വയസ്സിൽ ആ വലിയ തീരുമാനം പോൾ പോഗ്ബ എടുക്കുന്നത്. കളിക്കളത്തിൽ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന പോൾ പോഗ്ബ വിജയ ഗോളുകൾക്ക് ശേഷം സുജൂദിലേക്ക് ഉടനടി വീഴുന്നത് നമ്മൾ കാണുന്നുണ്ട്. വേൾഡ് കപ്പിൽ പോലും നമ്മൾ ആ ചരിത്ര നിമിഷങ്ങൾക്ക് യാഥാർത്ഥ്യമായിട്ടുണ്ട്. പോഗ്ബ പറയുന്നുണ്ട്, എൻ്റെ എല്ലാവിധ സന്തോഷങ്ങളിലും ഞാൻ അള്ളാഹുവിനെ ചേർത്ത് പിടിക്കാറാണ് പതിവ്. അള്ളാഹുവിനെ ചേർത്ത് പിടിക്കുക മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി. സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും അള്ളാഹുവാണ് നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യ കുട്ടി ഉണ്ടായപ്പോൾ തന്നെ ഞാൻ ആദ്യം ചെയ്തത് സുജൂദിൽ വീണ് അള്ളാഹുവിനോട് നന്ദി പറയുക എന്നതാണ്. അതിനുശേഷം പിന്നീട് പല തവണ വിജയങ്ങളിൽ നേടുമ്പോഴും സക്സസ്സിലേക്ക് ഞാൻ എത്തുമ്പോഴൊക്കെ ഇതുപോലെ ഭൂമിയിലേക്ക് ഞാൻ എൻ്റെ തല താഴ്ത്തി എൻ്റെ നാഥനോട് ഞാൻ എൻ്റെ നന്ദി അർപ്പിക്കുമെന്ന്
കഴിഞ്ഞ ദിവസം പോഗ്ബ നൽകിയ അഭിമുഖത്തിലൂടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത് നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നു. ഇസ്ലാമിലുള്ള സക്സസിൻ്റെ തിയറി എന്താണ്, ഇസ്ലാം വിജയമന്ത്രം എന്താണ് എന്ന് പോഗ്ബയോട് ആ ഇൻ്റർവ്യൂ അവതാരകൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഒരേ ഒരു വാക്യമാണ്, ബീയിങ് ഹംബിൾ. നമ്മൾ ഏറ്റവും എളിമയുള്ളവരായിട്ട് മാറുക. അദ്ദേഹത്തിൻ്റെ ജീവിത ഉപമകൾ വെച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഓരോ ക്ലബ്ബിൽ കളിക്കുമ്പോൾ, രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ, ഞാൻ ഗോൾ നേടുമ്പോൾ, എൻ്റെ ടീം വിജയിക്കുമ്പോൾ ഞാൻ വലിയവനാണ്, എൻ്റെ കഴിവുകൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന വ്യാമോഹത്തിലേക്ക് ഞാൻ എത്തിപ്പെടാറുണ്ട്. അതിനെ ഞാൻ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും വലിയ യാഥാർത്ഥ്യം അള്ളാഹു എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ഈ കഴിവുകളെല്ലാം അള്ളാഹു എനിക്ക് തന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് അഹങ്കരിക്കാനോ വീമ്പ് പറയാനോ ഒന്നും യോഗ്യതയില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ ബീയിങ് ഹംബിൾ, വളരെ എളിമയുള്ള അടിമയായിട്ട് നാഥനു മുന്നിലും അടിമകൾക്ക് മുന്നിലും നമ്മൾ കഴിഞ്ഞു പോവുക എന്ന് പോഗ്ബ പറഞ്ഞു വെക്കുന്നിടത്ത് നമുക്കൊരുപാട് പഠിക്കാനുണ്ടതിൽ. നമ്മൾ ജന്മനാ നമുക്ക് ലഭിച്ച ഇസ്ലാമിനെ കൊണ്ട് നടക്കുന്ന നമ്മൾ ഇതുപോലെയുള്ള കൺവേർട്ടഡ് ആയ ഒരുപാട് ആളുകളുടെ കഥ നമ്മൾ അത്രയധികം ചിന്തിപ്പിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു യാഥാർത്ഥ്യം. കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട വല്ല പ്രാർത്ഥനകളോ സൂറത്തുകളോ ഓതാറുണ്ടോ എന്ന അവതാരകൻ്റെ ചോദ്യത്തിന് മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് പോൾ പോഗ്ബ പറയുന്ന ഒരു മറുപടി ഇഖ്ലാസ് മുഅവ്വിദത്തൈനിയാണ്. ഖുർആനിലെ അവസാന 3 സൂറത്തുകൾ എൻ്റെ വിജയമന്ത്രമാണ്. കണ്ണേറുകളിൽ നിന്നും ഡെവിൾ ഐസിൽ നിന്നൊക്കെ എന്നെ സംരക്ഷിച്ച് നിർത്തുന്നത് അത് ആ 3 സൂറത്തുകളാണ്. അത് ഓതിയിട്ടില്ലെങ്കിൽ എനിക്കെന്തോ നഷ്ടപ്പെട്ടതുപോലെയാണ്, അത് ഓതിക്കഴിഞ്ഞാൽ എനിക്കെന്തോ അപാരമായ കോൺഫിഡൻസ് ലഭിച്ചതുപോലെയാണ് എന്ന് പോൾ പോഗ്ബ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഐ വാണ്ട് ടു ബി എ ഗുഡ് അംബാസഡർ ഓഫ് ഇസ്ലാം ഓൺ ദ പിച്ച് ആൻഡ് ഓഫ് ദ പിച്ച്. എനിക്ക് കളിക്കളത്തിലും പുറത്തും ഇസ്ലാമിൻ്റെ നല്ലൊരു അംബാസഡറായിട്ട് മാറണം. അതാണ് എൻ്റെ വലിയ ആഗ്രഹം. ഒരു മുസ്ലിമായിട്ടുള്ള കളിക്കാരൻ കളിക്കുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ പറ്റി ചിന്തിക്കുന്നു, ഇസ്ലാമിനെ പറ്റി ചിന്തിക്കുന്നു, ഇസ്ലാമിനെ പറ്റി പഠിക്കാനത് മുതിരുന്നു. ഏറ്റവും വലിയ ദഅവത്താണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഒരു അംബാസഡറായിട്ട് മാറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പോഗ്ബ പറയുന്നിടത്ത് പോഗ്ബ വിജയിച്ചിരിക്കുകയാണ്. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ചെയ്ത ഏറ്റവും മികച്ച പ്രവർത്തനം എന്താണ്, ശീലിക്കുന്ന ശീലം എന്താണ് ചോദ്യത്തിനും പോഗ്ബയുടെ അടുത്ത് മറുപടിയുണ്ട്. അത് 5 വക്ത് നിസ്കാരമാണ്. ജീവിതത്തിലെ എന്ത് തിരക്കുകളുണ്ടെങ്കിൽ പോലും എല്ലാ തിരക്കുകളിലും ഞാൻ ആദ്യമായിട്ട് കൊണ്ട് നടക്കുന്നത്, നഷ്ടപ്പെടുത്താതെ കൊണ്ട് നടക്കുന്നത് ആ 5 വക്ത് നിസ്കാരമാണ്. അതാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. എന്തെങ്കിലുമൊക്കെ തിരക്കിൽ പെട്ടുപോയാൽ തന്നെ വീട്ടിലേക്ക് എത്തിയാൽ ഞാൻ ആദ്യം നിർവഹിക്കുന്നത് നിസ്കാരമാണ്. അതിലെനിക്കൊരു വിട്ടുവീഴ്ചയുമില്ല. എൻ്റെ ഉമ്മയും എൻ്റെ അമ്മാവിനെയൊക്കെ പറഞ്ഞു തന്നതും എൻ്റെ ബാർബറായിരുന്ന ഗാസ എനിക്ക് പഠിപ്പിച്ചെന്നൊക്കെ നിസ്കാരത്തെ അത്രയധികം കൊണ്ട് നടക്കാനുള്ള ആ വലിയ കപ്പാസിറ്റിയാണ് എന്ന് പോൾ പോഗ്ബ അവതാരകനോട് പറയുന്നുണ്ട്. 6 തവണയാണ് പോൾ പോഗ്ബ ആ ഇസ്ലാം ആശ്ലേഷത്തിന് ശേഷം മക്കയിൽ പോകുന്നത്. അതിലാദ്യ തവണ തൻ്റെ പിതാവിൻ്റെ മരണശേഷമാണ്. പിതാവിൻ്റെ മരണശേഷം ആ വേദനയിൽ കഴിയുന്ന അവസ്ഥയിൽ പോഗ്ബ മക്കയിലേക്ക് ചെല്ലുന്നുണ്ട്, ഉംറ നിർവഹിക്കുന്നുണ്ട്. പിന്നീടുള്ള സമയങ്ങളിൽ 5 തവണ പോയപ്പോഴും എല്ലാ തവണയും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് തനിക്ക് മക്കയിൽ നിന്ന് ലഭിക്കുന്നതെന്നും അവിടെ തനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ശാന്തത മറ്റെവിടെയും താൻ അനുഭവിക്കുന്നില്ല എന്നും പോഗ്ബ പറഞ്ഞു വെക്കുന്നുണ്ട്. ഖുർആനിനെ പറ്റി ചോദിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, സൂറത്ത് യൂസുഫ്. ഒരുപാട് പാഠങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്ന സൂറത്താണത്. പ്രവാചകൻ യൂസുഫിൻ്റെ വീരേതിഹാസ ചരിത്രങ്ങളും അപാരമായ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് ജീവിത വിജയത്തിലേക്ക് അദ്ദേഹം നടന്നെടുത്ത ആ മുൾവേലികൾ നിറഞ്ഞ ജീവിത പാഠങ്ങളെ പറ്റിയൊക്കെ പോഗ്ബ സംസാരിക്കുന്നു. മാത്രമല്ല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന പാഠങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകളിൽ അവരുടെ ചരിത്രം നമ്മോടുകൂടെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയും നമ്മെ സമാശ്വാസിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം വാതോരാതെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സൂറത്തുൽ ബഖറയും അതിലുള്ള ആയത്തുൽ കുർസിയൊക്കെ തൻ്റെ പ്രിയപ്പെട്ട ആയത്തുകളാണ് എന്ന് അദ്ദേഹം അവിടെ കൂട്ടിച്ചേർക്കുന്നു. ഇസ്ലാം ആശ്ലേഷത്തിന് ശേഷം തന്നെ കൊത്തിപ്പറിക്കാനും തന്നെ വിമർശിക്കാനും തന്നെ എഴുതി തള്ളാനും വന്ന മീഡിയകളുടെയും ലേഖനങ്ങളുടെയും വാർത്താ ചാനലുകളുടെയും പരിപാടികളൊക്കെ ഒന്നും താൻ കാണാറ് പോലുമില്ല, താൻ അവിടേക്കൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല. എനിക്ക് ഏറ്റവും മികച്ചൊരു സമ്മാനമാണ് ലഭിച്ചിരിക്കുന്നത്, അത് ഏറ്റവും മനോഹരമായി കൊണ്ടു നടക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരുടെ അപസ്വരങ്ങളെയും വിമർശനങ്ങൾക്കൊന്നും ഞാൻ ചെവി കൊടുക്കുക പോലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്നിടത്ത് പോഗ്ബ എന്നതൊരു നിലപാടിൻ്റെ പേര് കൂടെ ആവുകയാണ്. അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, വെൻ യു ഹാവ് അള്ളാഹ് ഇൻ യുവർ ലൈഫ് യു ഹാവ് എവ്രിതിങ്, ഇഫ് യു ഡോണ്ട് ഹാവ് ഹിം യു ഹാവ് നത്തിങ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അള്ളാഹു ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് മറ്റൊന്നും ആവശ്യമില്ല, നിങ്ങളുടെ കൂടെ എല്ലാം ഉണ്ട്. ഇനി നിങ്ങളുടെ കൂടെ എല്ലാം ഉണ്ട്, അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല എന്ന് ആഡംബരത്തിൻ്റെയും പത്രാസുകളുടെയും ആലങ്കാരിക ലോകങ്ങൾക്കിടയിലൂടെ ജീവിച്ചിരുന്ന, സമ്പത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും
താരാരാധനകൾക്കിടയിലൂടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ പറയുന്നിടത്ത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കൊരുപാട് പാഠങ്ങൾ അത് പറഞ്ഞു തരുന്നുണ്ട് എന്നതുകൂടെയാണ് പോഗ്ബ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹു ഏറ്റവും ഉദാരമായി പുറത്തു തരുന്നയാളാണ്. നമ്മൾ ആരായിരുന്നു, നമ്മൾ എങ്ങനെ ജീവിച്ച ആളാണ്, നമ്മൾക്ക് മുൻപുണ്ടായിരുന്ന നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നുള്ള ഒരിക്കലും നോക്കുന്നില്ല. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പൊറുക്കലിനെ തേടുകയും ചെയ്താൽ അള്ളാഹു നമ്മുടെ മുൻ ജീവിതം മുഴുവനും പുറത്തു തരുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരൂ. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകൾ അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കൂ. അള്ളാഹുവിനെ ചേർത്ത് പിടിക്കൂ, ഖുർആനെ ചേർത്ത് പിടിക്കൂ, നിസ്കാരത്തെ ചേർത്ത് പിടിക്കൂ. അള്ളാഹു നമുക്ക് പുറത്തു തരുന്നത് പോലെ നമ്മുടെ മനുഷ്യർക്കും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കും നിങ്ങൾ പുറത്തു കൊടുക്കൂ. ബീയിങ് ഹംബിൾ, നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യനാകൂ. ഇസ്ലാം നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങൾ ചേർത്ത് വെക്കൂ എന്ന് പോഗ്ബ പറഞ്ഞുകൊണ്ട് അഭിമുഖം ഇങ്ങനെ അവസാനിപ്പിക്കുന്നുണ്ട്. നമ്മൾ നേരെ സൂചിപ്പിച്ച പോലെ പോഗ്ബ ഒരു നിലപാടിൻ്റെ പേരാകുന്നിടത്ത് നിന്നാണ് നമ്മളിത് സംസാരിച്ച് അവസാനിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന് ഇതുപോലെ ചേർത്ത് പിടിക്കാനും ഇസ്ലാമിന് ഇതുപോലെ മനസ്സിലാക്കാനൊക്കെ ഉള്ള തൗഫീക്ക് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇതുപോലെ മനോഹരമായ കഥയുമായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് ആശിച്ചുകൊണ്ട് വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.